ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് പോകാണ്. നമ്മുടെ ഫൈനൽ പാക്കിംഗ് നടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് പാക്ക് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പുറത്ത് വയ്ക്കായിരുന്നു, അന്ന് കുറച്ച് ലേറ്റ് ആയപ്പം നമ്മൾ ഇന്ന് ഫുൾ പാക്കിങ്ങിലാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ പെട്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു സാധനം, എന്താ നമ്മൾ ദേഹമൊക്കെ തേക്കുന്ന ഇഞ്ച, ആ സാധനവും പിന്നെ പേസ്റ്റ്, പിന്നെ ഒരു സോപ്പ്, ഇത്രയും ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രഷ് ഇന്നലെ വാങ്ങിയായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ സാധനം ഇല്ല. അപ്പോൾ എനിക്ക് ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് ബ്രഷ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയണം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു സാനിറ്ററി പാഡ്, അതും കൂടി ഒരു പെട്ടി കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ, വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ റിസീവിങ് ടവലും, പിന്നെ ഉടുപ്പുണ്ടല്ലോ ജബ്ല സെറ്റ്, അതും, പിന്നെ ഒരു ഈ സാധനം എന്താ പറയുക ഡ്രൈ ഷീറ്റും, പിന്നെ ഒരു ഫേസ് ടവലും, ഇത്ര മാത്രമേ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ മറ്റേ നെസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോസ്കിറ്റോ മാട്രസും കൊണ്ടുപോകുന്നുണ്ട്. അത് ജസ്റ്റ് കാറിൻ്റെ സൈഡിൽ എവിടെ നിന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പാക്കിംഗ് വീഡിയോ ഇട്ടില്ലായിരുന്നോ, മറ്റേ എൻ്റെ സാധനങ്ങളൊക്കെ മാത്രം എടുത്തു പോകുന്നു. അപ്പോൾ അതിനകത്ത് കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഐറ്റംസ് ഒന്നും എടുത്ത് വെക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ചുമ്മാ പോയതല്ലേ, വിക്ക് അത് ഉറപ്പൊന്നുമില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചാർജറും എൻ്റെ മരുന്നും പിന്നെന്താ അങ്ങനെയുള്ള സാധനങ്ങൾ, കുഞ്ഞ് ചീപ്പ്, ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു കവറിനകത്ത് ആക്കിയിട്ടേ ഇതിനകത്ത് എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ബാഗിൽ തന്നെ ഞാൻ സൈഡിലോട്ട് വെക്കുന്നുണ്ട്. എൻ്റെ പ്ലേറ്റ് ഉണ്ട്, 2 ഗ്ലാസ് ഉണ്ട്, ഒരു മഗ്ഗുണ്ട്, പിന്നെ 2 ചോറ്റുപാത്രം ഉണ്ട്. എന്തിനാണെന്ന് ചോദിക്കരുത്. പിന്നെ 2 സ്പൂണുണ്ട്. ഇത്രയും സാധനം നമ്മൾ പാത്രമായിട്ട് കൊണ്ടുവന്നേ. ഈ റോഡിൻ്റെ മരുന്ന് എടുത്ത് വെച്ചില്ല, അതും കൂടി വെക്കുകയാണേ. ഈ തൽക്കാലം ഇതിന് അത്ര സാധനങ്ങളുള്ളൂ. പിന്നെ ഇതിൻ്റെ 2-3 ദിവസത്തെ ഡ്രസ്സൊക്കെ ആൾ ഇതാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ സാധനങ്ങൾ ഈ ബാഗിനകത്ത് വയ്ക്കാം, അവർക്ക് എടുക്കാനുള്ള എളുപ്പത്തിന്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വലിയ ബാഗിനകത്ത് സാധനങ്ങളൊന്നും എനിക്കൊള്ളില്ല ഇതിനകത്ത്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് കംപ്ലീറ്റ് പാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ 2 ബാഗിലും പിന്നെ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഈ ഒരു ബാസ്ക്കറ്റിലുമായിട്ട് എടുത്തത്. അപ്പം ഈ ഒരു ബാസ്ക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്താകുമ്പോൾ ഇതിൽ തന്നെ ഇരുന്നോളും. പിന്നെ ഇന്നലെ പോയി വാങ്ങിയാണ് കേട്ടോ ഈ ഒരു ഫ്ലാസ്ക്. ഇത്രയും ചെറുതാണ് കിട്ടിയത്, ഇതിനകത്ത് കുറച്ചേ കൊള്ളുള്ളൂ. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇത് ഈ മോഡൽ വേറെ ഒന്നും ഇല്ല. മറ്റേതിനകത്തൊക്കെ വെള്ളം ഒഴിച്ചാൽ കുറച്ച് നേരം ചൂടൊക്കെ നിൽക്കത്തുള്ളൂ. ഓൺലൈനിൽ അങ്ങനെ നോക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. അപ്പം ഈ ഒരു ഫ്ലാസ്കും കൂടി നമ്മളിതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പം എന്താ പറയാൻ പറ്റുന്നത്, അപ്പോൾ പാക്കിംഗ് വീഡിയോ ആണിത്. പാക്കിംഗ് വീഡിയോ, ഫൈനൽ പാക്കിംഗ് വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ഡെലിവറിയുടെ വിശേഷങ്ങളൊക്കെയാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. എന്നിട്ട് ആ വീഡിയോ ഒന്ന് കാണുകയും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ബൈ.